നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയെടുത്ത കുറച്ച് പോസ്റ്റേഴ്സ് ആട്ടോ ഇത്. നോർമൽ A4 ഷീറ്റിൽ വരച്ചെടുത്തതാണ്. ഇത് ഉണ്ടാക്കുന്നത് കാണാത്തവരുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള 2 ഷോർട്സ് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കിത് ഭിത്തിയിലൊട്ടിക്കാം. ഇത് ടോട്ടൽ ഒരു 16 എണ്ണം ഉണ്ട്. അങ്ങനെ കുറേ നേരം തിരിച്ചു മറിച്ചൊക്കെ വെച്ചിട്ട് ഞാനിത് ഒട്ടിക്കേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താണ് ഇങ്ങനത്തെ ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ വോളിൽ ഇങ്ങനെ ഒരു വൈറ്റ് ബോർഡ് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ പോസ്റ്റേഴ്സ് ഒട്ടിക്കാൻ പോകുന്നത് ഇതിന്റെ ചുറ്റുമായിട്ടാണ്. ഈ വൈറ്റ് ബോർഡ് ഞാൻ കുറച്ച് നാൾ മുമ്പ് തെർമോകോളിൽ ചാർട്ട് പേപ്പർ കവർ ചെയ്തെടുത്തതാണ്. പോസ്റ്റേഴ്സിന് വേണ്ടി പേപ്പർ കട്ട് ചെയ്തപ്പോൾ തന്നെ ഞാനിങ്ങനെ വെച്ചൊക്കെ നോക്കിയിരുന്നു ഏകദേശം എത്ര പോസ്റ്റേഴ്സ് വേണ്ടി വരുമെന്ന്. അങ്ങനെയാണ് 16 എണ്ണം ചെയ്തെടുത്തത്. അപ്പോൾ ബോർഡിന്റെ ചുറ്റും ഈ ഒരു ഷേപ്പിൽ ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിന്റെ പിറകിൽ ഗ്ലൂ ഒട്ടിക്കണോ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കണോ എന്നുള്ളതാണ് അടുത്ത കൺഫ്യൂഷൻ. ഗ്ലൂ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇളക്കേണ്ടി വന്നാൽ പിന്നെ പിച്ച് പറിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഡബിൾ സൈഡ് ടേപ്പ് തന്നെ സെലക്ട് ചെയ്തു. ഡബിൾ സൈഡ് ടേപ്പ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് പോസ്റ്റേഴ്സിന്റെ കോർണേഴ്സിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് വാളിൽ ഇങ്ങനെ ഒട്ടിച്ചു. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലെത്തി. ഉടനെ തന്നെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണെന്ന് പറയണേ.